എല്ലാവർക്കും നമസ്കാരം. റേറ്റിക്കൽ ടെക്കിന്റെ മല്ലു മാർക്കർ പ്രൊഫൈൽ ക്ലാസിന്റെ അഡ്വാൻസ് സെഷനിലെ 9ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ഞങ്ങൾ 8 വീഡിയോയിൽ നമ്മൾ ഓരോ വീഡിയോയും 10-14 മിനിറ്റുകൾ വെച്ച് ചുരുക്കിക്കൊണ്ട് വരികയും ലാസ്റ്റ് നമ്മൾ ബേസിക്സ് എല്ലാം കൂടെ കളക്ട് ചെയ്ത് ഒരൊറ്റ 1 മണിക്കൂറിന്റെ വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തുടങ്ങി മാർക്കറ്റിന്റെ ഓപ്പൺ ടൈപ്പിനെ കുറിച്ച് തുടങ്ങി. ഓപ്പൺ ടൈപ്പ് എടുത്തു കഴിഞ്ഞു. ഓപ്പൺ ടൈപ്പിന് ശേഷം മാർക്കറ്റിന്റെ നമ്മൾ ഏതെടുത്തു? ഓപ്പൺ ടൈപ്പിന് ശേഷം നമ്മൾ ഡേ ടൈപ്പിലേക്ക് മാർക്കറ്റ് കടന്നു. ഡേ ടൈപ്പിന്റെ ആദ്യത്തെ ഭാഗമായ നോൺ ട്രെൻഡ് ഡേയ്സിലെ 4 ഡേയ്സിൽ ഇന്നലത്തെ നമ്മുടെ ഇന്നലെ ശനിയാഴ്ച കൊടുത്ത വീഡിയോയിൽ നോർമൽ ഡേയെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോർമൽ വേരിയേഷൻ ഡേയെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് നോൺ ട്രെൻഡ് ഡേയ്സിലെ ലാസ്റ്റത്തെ 2 ദിവസങ്ങളായ ന്യൂട്രൽ ഡേയും ന്യൂട്രൽ എക്സ്ട്രീം ഡേയും. ഇത് കഴിഞ്ഞ് നമ്മൾ ട്രെൻഡ് ഡേ സ്ട്രക്ചറിലേക്ക് പോകും. സോ അതുകൊണ്ട് ന്യൂട്രൽ ഡേയും ന്യൂട്രൽ എക്സ്ട്രീം ഡേയുമാണ് നമ്മൾ ഈ വീഡിയോയിൽ 9ാമത്തെ വീഡിയോയിൽ എടുക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗ്രേറ്റിക്കൽ ടെക്കിന്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈലിന്റെ എഡ്യൂക്കേഷണൽ വീഡിയോ സീരീസിലെ 9ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നല്ലൊരു ഞായറാഴ്ചയാണ്. ഞായറാഴ്ച നിങ്ങളുടെ ഒരു ട്രേഡിംഗ് നിങ്ങളൊരു കരിയറാക്കി നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് താല്പര്യമുള്ള ആളാണെങ്കിൽ നമ്മൾ കുറച്ച് സമയം നമ്മുടെ എഡ്യൂക്കേഷൻ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വേണ്ടി നമ്മൾ സമയം മുടക്കണം. ഇപ്പൊ സമയം മുടക്കിയാൽ മാറി. നമ്മളിപ്പോൾ എഞ്ചിനീയർ പഠിക്കുകയാണെങ്കിൽ നമ്മൾ 4 വർഷം പഠിക്കുന്ന പോലെ, ഡോക്ടർ ആണെങ്കിൽ 5 വർഷം പഠിക്കുന്ന പോലെ, ഈ ഒരു ട്രേഡർ എന്നൊരു സക്സസ്ഫുൾ ട്രേഡർ ആവണമെങ്കിൽ നമ്മൾ അതിന് കുറച്ച് ഡെഡിക്കേറ്റഡ് ആയ രീതിയിലുള്ള ഈ പഠിത്തവും കുറച്ച് സമയവും കൊടുത്ത് ഇതിനെ മാക്സിമം നമ്മൾ നമ്മുടെ രീതിയിലേക്ക് മനസ്സിലാക്കിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം. സോ മാർക്കറ്റ് പ്രൊഫൈലിലെ വീഡിയോ കാണാത്ത ആൾക്കാർ നമ്മുടെ പോഡ്കാസ്റ്റിനകത്ത് ബേസിക്സ് തൊട്ട് അഡ്വാൻസ് ഉള്ള വീഡിയോസ് വരുന്നുണ്ട്. ഇപ്പൊ ഇന്നത്തെ വരാൻ പോകുന്ന വീഡിയോ 9 ആണ്. അപ്പൊ 9ാമത്തെ വീഡിയോ നിങ്ങൾ കാണുക. നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ നമ്മൾ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. സോ നമുക്ക് ഇന്നലെ 2 വീഡിയോ എടുത്ത പോലെ നോർമൽ ഡേയും നോർമൽ വേരിയേഷൻ ഡേയും നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ ഇന്ന് നോൺ ട്രെൻഡ് ഡേയിലെ 3ാമത്തെ ദിവസത്തെ പറഞ്ഞ പേരാണ് ന്യൂട്രൽ ഡേ. ന്യൂട്രൽ എന്ന് പറയുന്നത് എന്താണ്? അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ഈ ഒരു അവസ്ഥയെ പറയുന്ന പേരാണ് ന്യൂട്രൽ ഡേ. ന്യൂട്രൽ ഡേ എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ഡേ കമ്പയർ ടു നോർമൽ ഡേ. നോർമൽ ഡേയിൽ എന്താണുള്ളത് ഞാൻ പറഞ്ഞത്? നോർമൽ ഡേയിൽ ലാർജ് IB ആയിരിക്കും. അതായത് 150 പോയിന്റ് 160 പോയിന്റ് ഒക്കെ IBയുടെ റേഞ്ച് വരുന്ന ദിവസങ്ങൾ, എയും ബിയും കൂടെ ക്ലബ് ചെയ്ത് 160 പോയിന്റ് ഒക്കെ ഡിഫറൻസ് വരുന്ന ദിവസങ്ങൾ, അല്ലെങ്കിൽ 110 മുകളിലൊക്കെ വരുന്ന ദിവസങ്ങളൊക്കെ പറയുന്ന പേരാണ് നോർമൽ ഡേ. ഇത് ലാർജ് IB ആണ്. അത് ഈ ന്യൂട്രൽ ഡേയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ന്യൂട്രൽ ഡേക്കകത്ത് ആദ്യത്തെ 1 മണിക്കൂർ അതിന് നമ്മൾ പറയുന്ന പേരാണ് IB, ഇനിഷ്യൽ ബാലൻസ് റേഞ്ച്. ഈ IB റേഞ്ച് വളരെ ചെറുതായിരിക്കും. പിന്നെ അത് ന്യൂട്രൽ ആണ്. ന്യൂട്രൽ എന്ന് പറയുന്നത് ആ വാക്കിൽ തന്നെ അതിന്റെ അർത്ഥമുണ്ട്. ന്യൂട്രൽ എന്ന് പറയുന്നതാണ് അങ്ങോട്ടും ആവാൻ പോകുന്നില്ല, ഇങ്ങോട്ടും ആവാൻ പോകുന്നില്ല, ആ രീതിക്ക് മാത്രമേ ഉള്ളൂ. സെയിം ആസ് നോർമൽ ഡേ. ഇതിന് ന്യൂട്രൽ ഡേക്ക് ഒരു ഡയറക്ഷൻ കാണില്ല. ബോത്ത് സൈഡിലും എക്സ്റ്റൻഷൻ സംഭവിക്കും. അതായത് IB Hനെ കടന്ന് മുകളിലോട്ട് മാർക്കറ്റ് പോകും, IB ലോയെ കടന്ന് താഴോട്ട് മാർക്കറ്റ് വരും. അപ്പൊ ഈ ഒരു രീതിയെ ട്രേഡിനെ പറഞ്ഞ പേരാണ് ന്യൂട്രൽ ഡേ. പിന്നെ ന്യൂട്രൽ ഡേയുടെ നമ്മുടെ മെജോറിറ്റി ഓഫ് ദിവസങ്ങളിലെ ക്ലോസിംഗ് ഒന്നുകിൽ POCയുടെ ഭാഗത്തായിരിക്കും, അല്ലെങ്കിൽ VWAPന്റെ ഭാഗത്തായിരിക്കും ക്ലോസ് ചെയ്യുന്നത്. സോ അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഓർത്തോളൂ. ന്യൂട്രൽ ഡേ മെജോറിറ്റി ഓഫ് ദിവസങ്ങളിൽ POCയുടെ ഭാഗത്തായിരിക്കും, അല്ലെങ്കിൽ VWAPന്റെ ഭാഗത്തായിരിക്കും. ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ 2 പാർട്ടീസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതായത് ബയറും സെല്ലറും മാർക്കറ്റിൽ അവൈലബിൾ ആയതുകൊണ്ടാണ് 2 സൈഡ് എക്സിഷൻ വരികയും 2 പാർട്ടി ഈക്വൽ ഫോഴ്സിനെ പോലെ ആക്ട് ചെയ്യുമ്പം ന്യൂട്ടന്റെ ലോ വന്നത് വെൻ ദർ ഈസ് ഈക്വൽ ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇരിക്കാം. ഇപ്പൊ ഒരു ഓപ്പോസിറ്റ് ഫോഴ്സ് വന്നാൽ മാത്രമേ നമ്മൾ മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുന്നു. ഓപ്പോസിറ്റ് ഫോഴ്സ് ആയ സെല്ലിംഗ് വന്ന് താഴോട്ട് ഇറങ്ങി വരെയാണ്. ഓപ്പോസിറ്റ് ഫോഴ്സ് ആയ ബൈങ് വന്ന് മാർക്കറ്റ് കൊണ്ടുവരും. അപ്പൊ 2 പാർട്ടീസ് ഇവിടെ ആക്റ്റീവ് ആയതുകൊണ്ട് മൂവ് വരും. എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു പാർട്ടി വിട്ടുകൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ദിവസങ്ങളിൽ മൂവ് വരും. അപ്പൊ അതാണ് എപ്പോഴും ഓർത്തോളൂ. ന്യൂട്രൽ ഡേയോ ന്യൂട്രൽ എക്സ്ട്രീം ഡേയോ വരികയാണെങ്കിൽ അത് എപ്പോഴും ഫോളോഡ് ബൈ ട്രെൻഡ് ഡേ വരും. അത് നിങ്ങളെ മനസ്സിൽ ഓർത്തോളൂ. അപ്പൊ ന്യൂട്രൽ ഡേ എന്താണ്? നോർമൽ ഡേ പോലെ ലാർജ് IB കാണില്ല, പകരം നേരെ ഓപ്പോസിറ്റ് ആണ്, സ്മോൾ IB കാണും. സെക്കൻഡ്, 2 സൈഡിലും ബ്രേക്ക് ഔട്ട് വരും. IB Hന് ഇനിഷ്യൽ ബാലൻസ് ഹൈയെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകും, ഇനിഷ്യൽ ബാലൻസ് IB ലോയെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകും. എന്നിട്ട് എന്ത് ചെയ്യും? അവൻ തിരിച്ചു കയറി VWAPന്റെ അവിടെയോ POCയുടെ അവിടെയോ ക്ലോസ് ചെയ്യും. 4, 2 പാർട്ടി, പ്രസൻസ് ഓഫ് 2 പാർട്ടി, 2 പാർട്ടി ബോത്ത് ബയറും സെല്ലറും ഇതിൽ ആക്റ്റീവ് ആയതുകൊണ്ട് ഇതിനു ശേഷം വരുന്ന ഏതെങ്കിലും ദിവസങ്ങളിൽ നല്ലൊരു ട്രെൻഡ് ഡേ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതിനൊരു എക്സാമ്പിളിലേക്ക് നമുക്ക് പോവാം. അപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടി നമുക്ക് എക്സാമ്പിളിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, സോ നിങ്ങൾ ഓർത്തോളുക. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് എന്താണ്?
നമുക്ക് കാണുന്നത്. അപ്പൊ ഇത് നിങ്ങൾ നോക്കിയോ, ഇത് നമ്മുടെ വന്ന ഇതേ ദിവസമാണ് 24/4 ഏപ്രിൽ. ഈ കഴിഞ്ഞ ഏപ്രിലിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും മാർക്കറ്റ് ഇതാണ് ഐ ബിയുടെ ആദ്യത്തെ ഒരു മണിക്കൂറിലെ ഹൈ 22,455, ഒരു മണിക്കൂറിലെ ലോ എന്ന് പറഞ്ഞാൽ 22,324. ആദ്യത്തെ ഒരു മണിക്കൂറിന്റെ മോളിൽ മാർക്കറ്റ് പോയി കണ്ടോ, IBH ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോയി. അത് കഴിഞ്ഞ് വീണ്ടും കെ പീരിയഡിൽ IB ലോയെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോയി. എന്നിട്ട് ഏകദേശം VWAP ഭാഗത്തെ അവൻ ക്ലോസ് ചെയ്തു. VWAP ഭാഗം ഏതാണ്? ഈ ഭാഗത്താണ് VWAP. സോ ഏകദേശം VWAP ഭാഗത്ത് അവൻ ക്ലോസ് ചെയ്തു. ഇങ്ങനത്തെ ദിവസങ്ങളിൽ പറയുന്നത് ബോത്ത് സൈഡിലും മാർക്കറ്റ് മൂവ്മെന്റ് വന്നതിന് ശേഷം വരുന്ന ദിവസത്തിനെ പറയുന്ന പേരാണ് എന്താണ്? ന്യൂട്രൽ ഡേ. ന്യൂട്രൽ ഡേ ഫോളോഡ് ബൈ ട്രെൻഡ് ഡേ എന്ന് പറഞ്ഞു. കണ്ട വെള്ളിയാഴ്ച എന്ത് സംഭവിച്ചു? കഴിഞ്ഞ ഈ ബുധനാഴ്ച 24/4, അതായത് ബുധനാഴ്ച 24/25, അതായത് ബുധനാഴ്ചയായിരുന്നു ഇത് തരാം. കണ്ടോ, വ്യാഴാഴ്ച എന്ത് സംഭവിച്ചു? മാർക്കറ്റ് വൺ സൈഡ് ട്രെൻഡ് ഡേ തരികയും തന്നതിന് ശേഷം ന്യൂട്രൽ, ഇതൊരു ന്യൂട്രൽ എക്സ്ട്രീം ഡേ ആണ്. എന്നിരുന്നാൽ കൂടെ നമുക്ക് എന്ത് പറ്റി? മാർക്കറ്റ് ഒരു മൂവ്മെന്റ് തന്നു. സോ ന്യൂട്രൽ ഡേ എന്ന് പറഞ്ഞാൽ അത് ആൾവേസ് ഫോളോഡ് ബൈ ഒരു ട്രെൻഡ് ഡേ വരും. ആ ഒരു ട്രെൻഡ് ഡേ വന്നാൽ നമുക്ക് ടാർഗറ്റ് കിട്ടും. നിങ്ങൾ ഓർത്തോളുക, ഇവിടെ ഇതിൽ എന്ത് പറ്റി? ഇവിടെ IBയുടെ മുകളിലും പോയി, IBയുടെ താഴെയും പോയി, ഏകദേശം VWAP ക്ലോസ് ചെയ്തു. അതേപോലെ വീണ്ടും നമുക്ക് ദിവസം ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഈ ദിവസങ്ങൾ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ദിവസമാണ്. നമ്മൾ രണ്ട് സൈഡിലും ബോത്ത് പാർട്ടീസ് ആക്ടിവേറ്റ് ആവുന്നത് കൊണ്ട് ഈ ദിവസങ്ങളിൽ ന്യൂട്രൽ ഡേ ആയിട്ട് മാർക്കറ്റ് ക്ലോസ് ആവുള്ളൂ. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്ക്, ഈ ദിവസം കണ്ടോ, 21/3, അതായത് മാർച്ച് മാസം 21 നമ്മളെ കണ്ടോ, ഇത് എന്താണ്? എയുടെ മോൾ വൺ അവറിന്റെ മുകളിൽ മാർക്കറ്റ് മുകളിലോട്ട് പോയി, തിരിച്ച് വീണ്ടും വൺ അവറിന്റെ ലോയുടെ താഴെ മാർക്കറ്റ് വന്നു. എന്നിട്ട് ഏത് ഭാഗത്ത് ക്ലോസ് ചെയ്തു? POC അല്ലെങ്കിൽ VWAP ഏകദേശം ഈ ഭാഗത്ത് മാർക്കറ്റ് ഒന്ന് ക്ലോസ് ചെയ്തു. കണ്ടോ, POC ഇവിടെയാണ്, VWAP ഏകദേശം ഈ ഭാഗത്തായതുകൊണ്ട് ഏകദേശം VWAP ഭാഗത്ത് വന്ന് ഇവിടെ ക്ലോസ് ചെയ്തു. സോ ഈ ഒരു ദിവസത്തെ പറഞ്ഞ പേരാണ് ഇങ്ങനെയൊക്കെ വരുന്ന ദിവസം. രണ്ട് സൈഡിലും എക്സെഷൻ നടക്കും. എക്സെഷൻ നടക്കുന്നതിന് ശേഷം പിറ്റേ ദിവസം നിങ്ങൾ നോക്കിക്കോ, ഒരു ട്രെൻഡ് ഡേ വന്നുണ്ട് അവിടെ മാർക്കറ്റ് ഒറ്റയടിക്ക് കയറിപ്പോയി, ഏകദേശം നല്ല ഹൈ അടുപ്പിച്ച് വന്നു. അപ്പം ന്യൂട്രൽ ഡേ ഫോളോ ചെയ്ത് മിക്കവാറും ഒക്കെ നല്ലൊരു മൂവ്മെന്റ് പിറ്റേ ദിവസങ്ങളിൽ വരാറുണ്ട്. അപ്പൊ നിങ്ങൾ ഓർത്തോളുക, ന്യൂട്രൽ ഡേ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലെ പാർട്ടീസും മാർക്കറ്റിൽ ആക്റ്റീവ് ആയിരിക്കും. രണ്ട് സൈഡിലെ പാർട്ടീസ് മാർക്കറ്റിൽ ആക്റ്റീവ് ആയിരിക്കും. കണ്ടോ, ഇവിടെ ഈ രണ്ട് സൈഡിലെ പാർട്ടി, ഇവിടെയും ബ്രേക്ക് മുകളിൽ പോയി, ഇവിടെ ബ്രേക്ക് താഴെ വന്നു. ഇതിന് തിരിച്ച് ഓൾമോസ്റ്റ് VWAP ഭാഗത്ത് അല്ലെങ്കിൽ POCയുടെ ഭാഗത്ത് ക്ലോസ് ചെയ്യും. ഇങ്ങനത്തെ ദിവസങ്ങളെ പറയുന്ന പേരാണ് എന്താണ്? ന്യൂട്രൽ ഡേ. ന്യൂട്രൽ ഡേ നമുക്ക് ഒരു മൂവ്മെന്റ് പിറ്റേ ദിവസങ്ങളിൽ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഇനി അടുത്ത് നമ്മൾ എടുക്കാൻ പോണ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇനി അടുത്ത് എടുക്കാൻ പോകുന്നത് ന്യൂട്രൽ ഡേ കഴിഞ്ഞാൽ വരുന്ന ന്യൂട്രൽ എക്സ്ട്രീം ഡേ. ഇതായത് നോൺ ട്രെൻഡ് ഡേയിലെ ലാസ്റ്റത്തെയാണ്. പക്ഷെ ഇതിനകത്ത് കുറച്ച് വലിയ മൂവ്മെന്റ് വരാനുള്ള ചാൻസ് കൂടിയ ദിവസത്തെ പറഞ്ഞ പോലെ ന്യൂട്രൽ എക്സ്ട്രീം. ഇത് കുറച്ചും കൂടെ വോളിയം ഉള്ള ദിവസമായിരിക്കും, കുറച്ചും കൂടെ നല്ല മൂവ്മെന്റ് ചെയ്ത ദിവസമായിരിക്കും ന്യൂട്രൽ എക്സ്ട്രീം ഡേ. ന്യൂട്രലിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, എക്സ്ട്രീം ആണ്. അതായത് അങ്ങേയറ്റമാണ് ഈ ദിവസത്തെ. അതായത് ഇതൊരു ഏറ്റവും കൂടുതൽ മിക്കവാറൊക്കെ ഇത് ഈവന്റ് ദിവസങ്ങൾ, അതായത് RBIയുടെ ദിവസം, അല്ലെങ്കിൽ മോണിറ്ററി പോളിസി കൊടുക്കുന്ന ദിവസങ്ങൾ, RBI ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്ന ദിവസങ്ങളോ, അല്ലെങ്കിൽ RBI ബന്ധപ്പെട്ട ദിവസങ്ങൾ, വലിയ വലിയ ബിഗ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ പ്രസൻസ് ഉള്ള ദിവസങ്ങൾ, വളരെ ബിഗ് ആയിട്ടുള്ള ന്യൂസ് ഉള്ള ദിവസങ്ങൾ, ഇലക്ഷൻസ് ഉള്ള ദിവസങ്ങൾ, അങ്ങനെയുള്ള ഈവന്റ്സ് ഉള്ള ദിവസങ്ങളിലൊക്കെ മെജോറിറ്റി ഉള്ള ദിവസങ്ങളിൽ നമുക്ക് എന്ത് സംഭവിക്കാം? ന്യൂട്രൽ എക്സ്ട്രീം ഡേ സംഭവിക്കാം. ഇതിനെന്ന് വെച്ചാൽ ഇനീഷ്യൽ ബാലൻസിന്റെ നമ്മൾ ന്യൂട്രൽ ഡേയുടെ സെയിം സ്ട്രക്ചർ ആണ്. കാരണം രണ്ട് സൈഡിലും ബ്രേക്ക് നടക്കും, പക്ഷെ ഒരു സൈഡിന്റെ അങ്ങേയറ്റത്തൊന്ന് ക്ലോസ് ചെയ്യും. അതായത് ഇപ്പൊ സപ്പോസ് നമ്മൾ IB ലോ ബ്രേക്ക് ചെയ്ത് താഴെ വന്നു, ഒറ്റയടിക്ക് ഒരു വേറൊരു ഫോഴ്സ് അവിടെ ആക്ട് ചെയ്ത് തിരിച്ച് മാർക്കറ്റിനെ കൊണ്ട് കയറ്റി അപ്പർ സൈഡ് IBH ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് ക്ലോസ് ചെയ്യും. സോ രണ്ട് സൈഡിലും ബ്രേക്ക് സംഭവിക്കും, പക്ഷെ ക്ലോസ് ചെയ്യുന്നത് എക്സ്ട്രീമിന്റെ ഏതെങ്കിലും എക്സ്ട്രീം ഭാഗത്തായിരിക്കും. ഈ ദിവസങ്ങളെ പറഞ്ഞ പോലെ ന്യൂട്രൽ എക്സ്ട്രീം ഡേ. ഫെയിൽഡ് ഓപ്ഷൻസ് ഒക്കെ, അതായത് നമ്മളെ പഠിച്ച ഫെയിൽഡ് ഓപ്ഷൻ അറിയാലോ. ഫെയിൽഡ് ഓപ്ഷൻസ് ഒക്കെ എല്ലാ ഫെയിൽഡ് ഓപ്ഷൻ ദിവസങ്ങളെ ന്യൂട്രൽ എക്സ്ട്രീം ഡേ എന്ന് പറയും. എല്ലാ ഫെയിൽഡ് ഓപ്ഷൻ നടക്കുന്ന ദിവസങ്ങളും ന്യൂട്രൽ എക്സ്ട്രീം ഡേ ആണ്. ഇവിടെയും സെയിം ലൈക്ക് ന്യൂട്രലിലെ രണ്ട് പാർട്ടീസ് കാണും, ഒരു പാർട്ടി വിട്ടുകൊടുക്കുകയും ചെയ്യും, അവൻ ടാർഗറ്റ് തരുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ ഒന്ന് ഓർത്തോളുക, ഇതൊരു ഈവൻ ഡേയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇനിഷ്യൽ ബാലൻസ് സെയിം ലൈക്ക് ന്യൂട്രലിന്റെ ഇനിഷ്യൽ ബാലൻസ് രണ്ടും ബ്രേക്ക് ചെയ്യും, പക്ഷെ ക്ലോസ് ചെയ്യണത് എന്താണ്? VWAP POC അവിടെ അല്ല, അതാണെങ്കിൽ ന്യൂട്രൽ ഡേ.
ഇവിടെ നമ്മൾ എവിടെ ക്രോസ് ചെയ്യും? എക്സ്ട്രീം, ഏതെങ്കിലും ഒരു എക്സ്ട്രീമിൽ കൊണ്ട് ക്രോസ് ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ പറഞ്ഞ പേര് ന്യൂട്രൽ എക്സ്ട്രീം ഡേ. അതായത് ഫെയിൽഡ് ഓപ്ഷൻ സംഭവിക്കുന്ന ദിവസങ്ങളെല്ലാം ന്യൂട്രൽ എക്സ്ട്രീം ഡേയ്സ് ആണ്. ഫെയിൽഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ പഴയ വീഡിയോസ് എടുത്ത് നോക്കുക. മാർക്കറ്റ് പ്രൊഫൈലിന്റെ നമ്മുടെ പോഡ്കാസ്റ്റിനകത്ത് ഫെയിൽഡ് ഓപ്ഷനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ ഫെയിൽഡ് ഓപ്ഷന്റെ വീഡിയോ എടുത്ത് നോക്കുക. അതിനെ കുറിച്ച് നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആകും. അപ്പം എല്ലാ ഫെയിൽഡ് ഓപ്ഷൻ സംഭവിക്കുന്ന ദിവസങ്ങളെ ന്യൂട്രൽ എക്സ്ട്രീം ഡേയ്സ് വരും. ഇവിടെ ഈ ന്യൂട്രൽ ഡേ പോലെ രണ്ട് പാർട്ടീസ് കാണും. ഒരു പാർട്ടി ഇമ്മീഡിയറ്റ്ലി വിട്ടുകൊടുക്കുകയും ചെയ്യും. തോറ്റു പോകുന്ന പാർട്ടിയുടെ ഓപ്പോസിറ്റിലേക്ക് മാർക്കറ്റ് പോവുകയും ചെയ്യും. അത് ജയിക്കുന്നവന്റെ കൂടെ മാർക്കറ്റ് പോവുകയും ചെയ്യും. സോ നിങ്ങൾക്കൊരു അതിന്റെ ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ്. നിങ്ങൾക്കത് കാണുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, നിങ്ങളിപ്പോ ഇത് കാണുന്നുണ്ടല്ലോ. അതായത് ഇത് ശ്രദ്ധിച്ചു നോക്ക്. ഇതാണ് മാർക്കറ്റ്. നിങ്ങൾ നോക്ക്. അതായത് ആദ്യത്തെ ഒരു മണിക്കൂറിന്റെ ഹൈ 22,481, ആദ്യത്തെ ഒരു മണിക്കൂറിന്റെ ലോ. ഇത് നിങ്ങൾ പറഞ്ഞ കഴിഞ്ഞ മന്ത്ലി എക്സ്പയറി നടന്ന ദിവസം, ഈ വ്യാഴാഴ്ച. ഇവിടെ 22,331 നമ്മുടെ ലോ. മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തു, എന്നിട്ട് ഇതും ബ്രേക്ക് ചെയ്തു. അവസാനം ലാസ്റ്റ് കുറച്ച് സമയം കഴിഞ്ഞപ്പം ഈ പാർട്ടി ഈ മോളിൽ ബ്രേക്ക് ചെയ്തവൻ തോറ്റുപോയി. താഴെ ബ്രേക്ക് ചെയ്തവൻ ഓപ്പോസിറ്റ് മൂവ്മെന്റ് എടുത്ത് ബയർ എഫ് ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് ഏകദേശം നല്ല ഹൈ വരെ പോയി. ശ്രദ്ധിച്ചോ. എന്നിട്ട് ഏകദേശം എക്സ്ട്രീമിൽ ക്ലോസ് ചെയ്തു. നമ്മുടെ IB ഹൈ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ ഏകദേശം ക്ലോസ് ചെയ്ത് വന്ന് എക്സ്ട്രീമാണ്, ഈ ഭാഗത്ത് വന്ന് ക്ലോസ് ചെയ്തു. ഇങ്ങനെയുള്ള ദിവസങ്ങൾ ഇവിടെ ഇത് കണ്ട ന്യൂട്രൽ ഡേ. ഇത് നമ്മൾ മുകളിലും ക്ലോസ് ചെയ്തു, താഴെയും ക്ലോസ് ചെയ്തു. VWAP-ന്റെ POസിന്റെ ഭാഗത്ത് ക്ലോസ് ചെയ്തു. പക്ഷേ ന്യൂട്രൽ എക്സ്ട്രീം ഡേ കണ്ട, താഴോട്ടും ബ്രേക്ക് ഉണ്ട്, മുകളിലോട്ടും ബ്രേക്ക് ഉണ്ട്. പക്ഷെ ക്ലോസ് ചെയ്തത് മുകളിൽ ഏറ്റവും എക്സ്ട്രീം ഭാഗത്തായത് കൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് പറയണത്? ന്യൂട്രൽ എക്സ്ട്രീം ഡേ. ഓർത്തോളുക, ന്യൂട്രൽ ഡേയും ന്യൂട്രൽ ഡേ എക്സ്ട്രീമിനെ കാട്ടിയും കുറച്ചും കൂടെ സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നമ്മുടെ നോർമൽ ഡേ, നോർമൽ വേരിയേഷൻ ഓഫ് ഡേ, ന്യൂട്രൽ ഡേ, ന്യൂട്രൽ എക്സ്ട്രീം ഡേ. നോർമൽ വേരിയേഷനും ന്യൂട്രൽ എക്സ്ട്രീം ഡേയ്സ് ആണ് കുറച്ചും കൂടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ദിവസങ്ങൾ. ആ ദിവസങ്ങളിൽ നല്ല മൂവ്മെന്റ് വരുന്ന ദിവസങ്ങളാണ്. സോ നമ്മൾ നോൺ ട്രെൻഡ് ഡേയ്സിലെ 4 കാര്യങ്ങളായ നമ്മൾ എന്ത് പഠിച്ചു? ന്യൂട്രൽ ഡേ പഠിച്ചു, നോർമൽ ഡേ പഠിച്ചു, നോർമൽ വേരിയേഷൻ ഡേ പഠിച്ചു, ന്യൂട്രൽ ഡേ പഠിച്ചു, ന്യൂട്രൽ എക്സ്ട്രീം ഡേ പഠിച്ചു. അപ്പൊ നമ്മൾ ഈ 4 നോൺ ട്രെൻഡ് ഡേയ്സും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വ്യക്തമായിട്ട് ഈ വീഡിയോകളെല്ലാം കാണുക, കേൾക്കുക. നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വാട്സാപ്പ് ചെയ്ത് തരാമെങ്കിൽ ഞങ്ങളത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. സോ ഈ ന്യൂട്രൽ ഡേയും ന്യൂട്രൽ എക്സ്ട്രീം ഡേക്കും 2 കാര്യം നിങ്ങൾ ഓർത്തോളൂ. രണ്ടിലും 2 പാർട്ടീസ് അവൈലബിൾ ആയിരിക്കും. ന്യൂട്രൽ ഡേ ആകുമ്പോൾ POCയുടെ അല്ലെങ്കിൽ VWAP-ന്റെ ഭാഗത്ത് ക്ലോസ് ചെയ്യും ഒന്ന്. ന്യൂട്രൽ എക്സ്ട്രീം ഡേ ആണെങ്കിൽ അങ്ങാറ്റത്തെ എക്സ്ട്രീമിന്റെ ഭാഗത്തായിരിക്കും ക്ലോസ് ചെയ്യുന്നത്. അത് ഓർത്തോളുക. POCയുടെ VWAP-ന്റെ ഭാഗത്ത് ക്ലോസ് ചെയ്യില്ല, പകരം എക്സ്ട്രീമിലായിരിക്കും ക്ലോസ് ചെയ്യുന്നത്. സോ ഈ 2 കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചാൽ നമുക്ക് ഇനി ട്രെൻഡ് ഡേയ്സിലേക്ക് കൊടുക്കാം. ഇനി വരാൻ പോകുന്നത് ട്രെൻഡ് ഡേയ്സിന്റെ സ്ട്രക്ചർ ആണ്. ട്രെൻഡ് ഡേയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കും. എന്തൊക്കെയാണ് ട്രെൻഡ് ഡേ സ്ട്രക്ചർ, ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രക്ചർ, പിന്നെ എന്തുവാണ് നമ്മൾ ഇനി അടുത്ത പഠിക്കാൻ പോണത് എന്താണ് P ഷേപ്പ്ഡ് ആൻഡ് B ഷേപ്പ്ഡ് പ്രൊഫൈല്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ മാർക്കറ്റ് പ്രൊഫൈലിനെ സംബന്ധിച്ചുള്ള ഒരുമാതിരിപ്പെട്ട വീഡിയോസ് എല്ലാം ക്ലിയർ ആവും. അപ്പൊ നമ്മൾ നാളെ ട്രെൻഡ് ഡേ സ്ട്രക്ചർ, ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ഡേയും അതായത് ട്രെൻഡ് ഡേ സ്ട്രക്ചർ നമ്മൾ നാളത്തെ അടുത്ത വരാൻ പോകുന്ന വീഡിയോയിൽ കവർ ആവും. ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ഡേ, ഡബിൾ ട്രിപ്പിൾ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ വരുന്ന ദിവസങ്ങൾ നമ്മൾ കവർ ആവും. ലാസ്റ്റ്ലി P ഷേപ്പ്ഡ് പ്രൊഫൈലും B ഷേപ്പ്ഡ് പ്രൊഫൈലും കവർ ചെയ്തുകൊണ്ടുള്ള നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലിന്റെ ബേസിക്സ് ടു അഡ്വാൻസ് വീഡിയോ നമ്മൾ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആവും. ഇതിനപ്പുറത്തൊക്കെ ഒരു വീഡിയോ വരുന്നതാണ് ഇതിന്റെ എല്ലാം ട്രേഡ് സെറ്റപ്പുകൾ എങ്ങനെ ചെയ്യുന്നതാണ്. അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി നമ്മുടെ മെന്റർഷിപ്പ് റൂമിൽ വരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ചുള്ള ട്രേഡിങ്ങിന്റെ ലൈവായിട്ടുള്ള എക്സാമ്പിൾസ് തരും. ലൈവായിട്ട് നമുക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം? ഇതെല്ലാം നമുക്ക് നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം പ്രാവർത്തികമാക്കാം. സോ എല്ലാവരും ഒരിക്കൽ കൂടി ഈ എല്ലാ വീഡിയോസും കാണുക. മാർക്കറ്റ് പ്രൊഫൈലിന്റെ ബേസിക്സ് തൊട്ട് അഡ്വാൻസ് നമ്മൾ ഓൾമോസ്റ്റ് ഏകദേശം 10-13 വീഡിയോ കൊണ്ട് ഫുള്ള് കവർ ആവും. ഇത് മൊത്തം നിങ്ങൾ റിപ്പീറ്റഡ് കണ്ട ഒരു 10 പ്രാവശ്യങ്ങളിൽ നിങ്ങൾ കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു ഒരു ഐഡിയ കിട്ടുകയുള്ളൂ. അപ്പം നമ്മൾ ഓർത്തോളുക, നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം പ്രാവർത്തികമാക്കണമെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യണം. സോ ആസ് എ ട്രേഡർ എന്ന നിലയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പോ എന്തെങ്കിലും എല്ലാം വേണമെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അറിയാലോ, നിങ്ങൾ വീഡിയോ ലാസ്റ്റ് കാണും. അപ്പോൾ അത് നിങ്ങൾ അതിൽ ബന്ധപ്പെടുകയാണെങ്കിൽ നമ്മൾ വ്യക്തമായി പറഞ്ഞു തരുന്നതാണ്. സോ എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച നേർന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ നിന്ന് സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ വിഷ്ണുഗുപ്തൻ.